അതുപോലെ ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്യുന്നത്. അത്രയും ഉറപ്പായതുകൊണ്ട്, അത്രയും ഉറപ്പോടുകൂടി ഞാൻ പറയാം, നിങ്ങൾ CCTV പരിശോധിക്കും. KSRTCയുടെ ഡ്രൈവർ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്തെ മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയറുടെ വാദങ്ങളെല്ലാം പൊളിയുന്നു. KSRTC ബസ്സിനെ മറികടന്ന് സീബ്ര ലൈനിൽ കാർ കുറുകെ ഇട്ടിട്ടില്ല എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യം. KSRTC ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ മേയർ സഞ്ചരിച്ച കാർ ഇട്ടിരിക്കുന്നത്. ബസ് തടഞ്ഞതിനും ട്രിപ്പ് മുടക്കിയതിനും മേയർക്കും MLA-ക്കുമെതിരെ ഇനിയും പോലീസ് കേസെടുത്തിട്ടില്ല. അതിനുശേഷം മേയർ ഇന്ന് പറയുന്നത് ഇയാൾ ലഹരിയടക്കം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. പോലീസ് പറയുന്നത് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നു, ഇയാളെ പരിശോധിച്ചു, ഇയാളുടെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചു, ഇയാൾ ലഹരിയൊന്നും ഉപയോഗിച്ചതായി കണ്ടെത്തിയില്ല. എനിക്ക് കൊച്ചിനെ വളർത്താനാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. 715 രൂപയാണ് ഒരു ഡ്യൂട്ടിക്ക്. ഒരു തട്ടുപണിക്ക് പോയാൽ 1000 രൂപ ശമ്പളം കിട്ടും. ഈ നട്ടപ്പാതിരയ്ക്ക് ഇത്രയും ദൂരം ഈ വെയിലത്തും മഴയത്തും വണ്ടി ഓടുന്നതിൻ്റെ അവസ്ഥ അവർക്ക് അറിഞ്ഞുകൂടുന്നത്. അവർ ഏസിക്കകത്തിരിക്കുന്നതുകൊണ്ട് അവർ അധികാര ദുർവിനിയോഗമാണ് അവർ ചെയ്യുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചൊതുക്കുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു.